നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ താക്കോൽ, ഉദാഹരണമായി സമ്പത്ത്, ആരോഗ്യം, സക്സസ്, ബന്ധങ്ങൾ, ഇവയൊന്നും കഠിനാധ്വാനത്തിലോ ബലപ്രയോഗത്തിലോ മത്സരത്തിലോ അല്ല അടങ്ങിയിരിക്കുന്നത്, മറിച്ച് എനർജിയെക്കുറിച്ചുള്ള വ്യക്തതയിലാണ്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. നമ്മൾ പലപ്പോഴും ഹാപ്പിനെസ്സിനെയും സമ്പത്തിനെയും നമ്മൾ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെയും ചേസ് ചെയ്യുന്നവരാണ്, പിന്തുടരുന്നവരാണ്. എന്നാൽ നമ്മൾ എത്രയധികം ഒരു കാര്യത്തെ ചേസ് ചെയ്യുന്നുവോ അത്രയധികം നമ്മൾ അവയെ ദൂരെ അകറ്റുന്നു എന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും എനർജിയാണ്. എനർജി ഫ്ലോസ് വെർ അറ്റൻഷൻ ഗോസ് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പലരും കരുതുന്നത് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ, സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ലക്കാണ് എന്നെല്ലാമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത് എനർജിയുടെ ലോകത്താണ്. ഫിസിക്കലായ ലോകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും എനർജിയാണ്. നമ്മുടെ ശരീരവും വികാരങ്ങളും ചിന്തകളും അടക്കം അവ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു സിമ്പിളും പവർഫുള്ളുമായ ഒരു ലോയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. യു ഡോണ്ട് ഗെറ്റ് വാട്ട് യു വാണ്ട്, യു ഗെറ്റ് വാട്ട് യു ആർ. അതായത് നിങ്ങൾക്ക് എന്തു വേണമെന്നതിനെ ആശ്രയിച്ചല്ല, നിങ്ങൾ എന്താണ് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നതെന്ന്. നിങ്ങൾ നിലകൊള്ളുന്ന എനർജിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ റിയാലിറ്റി. അതുകൊണ്ട് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ അൺലക്കി ആയതുകൊണ്ടോ അതിന് യോഗ്യത ഇല്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി മാച്ച് ആയിട്ടില്ല എന്നതാണ്. നമ്മുടെ പേഴ്സണൽ എനർജി ഫീൽഡ് ചുറ്റുമുള്ളവയാലും സ്വാധീനിക്കപ്പെടുന്നു. മിക്കവാറും ആളുകൾ ചുറ്റുമുള്ള ഏത് എനർജിയോടും ബോധപൂർവമല്ലാതെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ചുറ്റുമുള്ള സ്ട്രെസ്, നെഗറ്റിവിറ്റി, ഡൗട്ട് ഇവയെല്ലാം ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുകയും സ്റ്റക്കായും ജീവിതത്തിൽ യാതൊരു മാറ്റമില്ലാതായും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ പാസീവായി എനർജി റിസീവ് ചെയ്യുന്നവർ മാത്രമല്ല, നമ്മൾ അവയെ സൃഷ്ടിക്കുന്നവരുമാണ്. നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി നമ്മളിലേക്കും തിരിച്ചു വരുന്നു. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ എന്നത് പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, മറിച്ച് നമ്മുടെ കോർ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നതിലും നമ്മുടെ ഇന്നർ സ്റ്റേറ്റിനെ, ഉള്ളിലെ അവസ്ഥയെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമായി അലൈൻ ചെയ്യുന്നതിലും, അതായത് യോജിപ്പിൽ കൊണ്ടുവരുന്നതിലുമാണ്. നമ്മുടെ അകമയുള്ള എനർജി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ എനർജിയുമായി മാച്ച് ചെയ്യുമ്പോൾ റിയാലിറ്റി നമ്മുടെ ഫേവറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ എനർജിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്? നമ്മളെ തന്നെ ഒരു റേഡിയോ ടവറായി സങ്കല്പിക്കാം. അത് നിരന്തരം സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ട് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വികാരങ്ങളാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി. പ്രപഞ്ചം തിരിച്ചും ഈ ഫ്രീക്വൻസിയോട് മാച്ച് ചെയ്യുന്ന എനർജിയെ നമ്മളിലേക്ക് അയക്കുന്നു. നമ്മൾ നന്ദിയും ആനന്ദവും സമൃദ്ധിയും അനുഭവിക്കുമ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസുകളുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ഇൻ ചെയ്യുന്നു. അത് നമ്മളിലേക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. പല ആളുകളും മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായി അവരുടെ ചിന്തകളിൽ ഫോക്കസ് ചെയ്യുന്നു, അഫർമേഷൻസ് പറയുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. എന്നാൽ അവരുടെ വികാരങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ അവർക്ക് സാധിക്കുകയില്ല. ഫിനാൻഷ്യൽ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് ഞാൻ അബണ്ടന്റ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രപഞ്ചം ചെവി കൊടുക്കുന്നത് വാക്കുകളിലല്ല, എനർജിയിലാണ്. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളുടെ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ താക്കോൽ. അങ്ങനെ നമ്മുടെ വികാരങ്ങളെ റെഗുലേറ്റ് ചെയ്ത് ഫ്രീക്വൻസിയെ ഉയർത്തുമ്പോൾ കാര്യങ്ങൾ നമ്മളിലേക്ക് അനായാസം ഒഴുകിത്തുടങ്ങുന്നു. പല അവസരങ്ങളും വന്നു ചേരുന്നു. റൈറ്റായ ആളുകൾ റൈറ്റായ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കാരണം എനർജിയുടെ ഒഴുക്കിനെ നമ്മളിപ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട്. എങ്ങനെ ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നീങ്ങാൻ സാധിക്കും? പല ആളുകളും തങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി സ്ട്രെസ്ഡ് ആകുന്നു, അവയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ഔട്ട്കംസിൽ ഒബ്സസ്ഡ് ആകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാതാകുമ്പോൾ അത്
സാധ്യമാകുമോ എന്ന് സംശയിക്കാൻ തുടങ്ങുന്നു. എന്നാൽ എനർജി ഒഴുകുന്നത് പ്രതിരോധമില്ലാത്തപ്പോഴാണ്. നമ്മൾ ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ, വളരെ കഠിനമായി പരിശ്രമിക്കുമ്പോൾ ലാക്കിൻ്റെ കുറവിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ നീങ്ങുന്നു. എന്നാൽ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എനർജി ഫ്രീ ആയി ഒഴുകി തുടങ്ങുന്നു. നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും ഒരു കാര്യം കാണാതെ വരുമ്പോൾ, ഉദാഹരണമായി താക്കോലോ മറ്റേതെങ്കിലും വസ്തുവോ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രയാസകരമായി മാറുന്നത്. എന്നാൽ പരിശ്രമം അവസാനിപ്പിക്കുമ്പോൾ അവ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടും. ഇതിന് കാരണം നമ്മൾ ചേസ് ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ എനർജി റീഓർഗനൈസ്ഡ് ആകാനും ഫ്ലോ ചെയ്യാനും ആരംഭിക്കുന്നു എന്നതാണ്. ഇതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിലും. നമ്മൾ റെസിസ്റ്റൻസ് അവസാനിപ്പിക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോൾ എനർജി നാച്ചുറലായി ഫ്ലോ ചെയ്യാൻ ആരംഭിക്കുന്നു. അത് നമ്മുടെ സ്വപ്നങ്ങളുമായി അലൈൻ ചെയ്യുന്നു. പലപ്പോഴും ആളുകൾ മിക്സ്ഡ് ആയ ഒരു എനർജി ഫ്രീക്വൻസിയാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. ചിലപ്പോൾ വിശ്വസിക്കുന്നു, ചിലപ്പോൾ സംശയിക്കുന്നു. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുന്നതിന് ഒരു തടസ്സമാകുന്നു. മാനിഫെസ്റ്റേഷൻ യഥാർത്ഥത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശരീരവും അലൈൻഡ് ആകേണ്ടത് ആവശ്യമാണ്. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ ഉയർന്ന ഇമോഷൻസിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ലവ്, ജോയ് എന്നിവയിൽ നിലനിന്നാൽ നമ്മുടെ എനർജി ഫീൽഡ് വികസിക്കുന്നു. നമ്മുടെ ബ്രെയിൻ വേവ്സ് ഹൃദയവുമായി സിങ്ക്രോണൈസ്ഡ് ആകുന്നു, സംയോജിച്ച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അടുത്തൊരു പ്രാവശ്യം സ്ട്രെസ്ഡ് ആയോ ഭയമോ സംശയമോ തോന്നുമ്പോൾ ഉടനെ എനർജറ്റിക് അലൈൻമെന്റിലേക്ക് വരാൻ ശ്രമിക്കാം. നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ വികാരങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ നമ്മൾ പുറത്തേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന എനർജി സിഗ്നൽസ് ആണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് നമ്മെ കണക്ട് ചെയ്യുന്ന വൈഫൈ സിഗ്നൽസ് പോലെയാണ്. അതുകൊണ്ട് വെറുതെ അഫർമേഷൻസ് പറയുന്നതിന് പകരം വികാരങ്ങളെ ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുവേണ്ടി ആഴത്തിൽ ശ്വാസമെടുത്ത ശേഷം എനിക്കിപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് എന്ന ഫീലിംഗ് കൊണ്ടുവരുവാൻ ശ്രമിക്കാം. അത് ശരീരത്തിൽ അനുഭവിക്കാൻ ശ്രമിക്കാം. മിക്കവാറും ആളുകൾ വളരെ ബിസിയാണ്. അവർ ആകുലപ്പെട്ടും സംശയിച്ചും അമിതമായി ചിന്തിച്ചും സമയം ചിലവഴിക്കുന്നു. ഔട്ട്കം എന്തായിരിക്കണമെന്നതിൽ അവർ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. അവയെ സ്വാഭാവികമായി അൺഫോൾഡ് ചെയ്യുന്നത് കാണാനുള്ള ക്ഷമയും വിശ്വാസവും അവർക്കില്ല. അതിനു പകരമായി കാമായി നിലനിൽക്കാനും റിലാക്സ്ഡ് ആകാനും പ്രോസസ്സിനെ വിശ്വസിക്കുവാനും ശ്രമിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ, പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. കഴിഞ്ഞുപോയ കാലത്തെ അനുഭവങ്ങൾ നമ്മെ സ്റ്റക്കായും ക്ഷീണിതരായും നിർത്താം. ഈ എനർജിയെ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടുന്നതിന് ഒരു തടസ്സമായി മാറാം. അതിനെ റിലീസ് ചെയ്യാൻ ബോഡി മൂവ്മെൻറ്റ്സിൽ ഏർപ്പെടാം. എക്സസൈസിങ്, ജേർണലിംഗ്, മെഡിറ്റേഷൻ, ബ്രീതിങ് ഇവയെല്ലാം എനർജി ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ അകമയുള്ള എനർജിയെ എത്രയധികം നമ്മൾ ക്ലിയർ ചെയ്യുന്നുവോ അത്രയധികം സക്സസും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അരുവിയിൽ തടസ്സമുണ്ടെങ്കിൽ അതിന് സ്വതന്ത്രമായി ഒഴുകാൻ സാധിക്കുകയില്ല. എന്നാൽ തടസ്സങ്ങൾ മാറ്റുമ്പോൾ അവ ഫ്രീ ആയി ഒഴുകുന്നു. ഒഴുകുമ്പോൾ അത് തിരക്ക് കൂട്ടുന്നില്ല, ചെറുത്തു നിൽക്കുന്നില്ല. അത് റെസിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള ഭാഗത്തേക്ക് ഒഴുകുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എനർജിയും. റിലാക്സ്ഡായി അത് ഇപ്പോഴേ ഉണ്ട് എന്ന ഒരു ഫീലിംഗ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളുമായി നമ്മൾ അലൈൻഡ് ആകുന്നു. ഇതിൽ പ്രധാനം ഔട്ട്കമ്മിൽ നിന്നും ഡിറ്റാച്ച് ആവുക എന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്വം ഫ്യൂച്ചറിനെ ഉണ്ടാക്കുന്നതല്ല, മറിച്ച് അതുമായി അലൈൻഡ് ആവുക എന്നതാണ്. വിശ്വാസവും അതുപോലെ പ്രധാനമാണ്. ഒരു ചെടി നടുമ്പോൾ നമ്മൾ ഓരോ ദിവസവും അത് വളരുന്നുണ്ടോ എന്നറിയാൻ കുഴിച്ചു നോക്കുന്നില്ലല്ലോ. വളരുന്ന പ്രക്രിയ മണ്ണിനടിയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് എനർജിയുടെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമ്മുടെ ഫേവറിൽ അറേഞ്ച്ഡ് ആകുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. അത് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തം അലൈൻമെന്റിൽ നിലനിൽക്കുക എന്നതു മാത്രമാണ്. അങ്ങനെ പെർഫെക്റ്റ് ടൈമിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ അനുവദിക്കുക മാത്രം ചെയ്യുക.